ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോക്കോ ചിപ്സ് ആണ്. ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോക്കോ ചിപ്സ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ചോക്കോ ചിപ്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുക്കീസ്, കേക്കുകൾ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനായി വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോൾ മെലോൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചോക്ലേറ്റുകൾ പൊടിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. പൊടിയല്ല, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്, എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനെ ലിക്വിഡാക്കി എടുക്കണം. ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ മുകളിലുള്ള ചോക്ലേറ്റിൻ്റെ പാത്രം അടിയിലത്തെ വെള്ളത്തുമ്മ ടച്ച് ചെയ്യരുത്. അപ്പം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് നമ്മൾ ഈ മുകളിലുള്ള പാത്രം ഇങ്ങനെ പിടിച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ചോക്ലേറ്റുള്ള പാത്രം വെള്ളത്തുമ്മ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി മെൽറ്റായി നമുക്ക് കിട്ടില്ല, ലിക്വിഡ് ഫോം ആവില്ല, ഹാർഡായി പോവും ചോക്ലേറ്റ്. അപ്പോൾ ഇതുപോലെ ഉയർത്തി പിടിച്ചിട്ട് നമുക്കിത് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സുഖമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ചോക്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിന് മുകളിൽ ഓരോ ഡ്രോപ്സ് ആയിട്ട് ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചോക്ലേറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുറേ ഡ്രോപ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ലിക്വിഡിന് ചൂട് കൂടുതലാണെങ്കിൽ വലിയ ഡ്രോപ്പായിട്ടാവും വരുന്നത്. അപ്പോൾ ചൂട് കുറച്ച് ആറി കഴിഞ്ഞാലാണ് ചെറിയ ഡ്രോപ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ചെറിയ ഡ്രോപ്പാണ് ഇത് ഭംഗിയുണ്ടാവുക. എല്ലാ ഡ്രോപ്സ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിതിങ്ങനെ അടർത്തി എടുത്തു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ പോരും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചോക്കോ ചിപ്സ് ആണ്. അപ്പം ഇത് നമ്മൾ എപ്പോഴും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് കേക്കിലും കുക്കീസിലൊക്കെ ചേർക്കുക. അപ്പം ഈസി ആയിട്ട് നമുക്ക് വളരെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ മെത്തേഡിൽ കൂടി തന്നെ വൈറ്റ് ചോക്കോ ചിപ്സും തയ്യാറാക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.